ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു സ്റ്റേക്കേഷൻ വീഡിയോ ആണ്. നമ്മൾ ഫാമിലി ആയിട്ടൊരു സ്റ്റേക്കേഷന് പോവുകയാണേ. നമ്മുടെ തുഷാരഗിരിയുള്ളൊരു മഞ്ഞുമല റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അമ്മയുടെ ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റാണ് കേട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈകിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. കാരണം നമ്മൾ ആ തിരുവമ്പാടി റൂട്ട് കയറി കഴിഞ്ഞ സമയത്ത് നമുക്ക് റേഞ്ച് പോയി. അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ അടുത്ത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ചായ കുടിക്കാൻ കയറി കേട്ടോ. വന്ന പരിപാടി എന്തെങ്കിലും ഒന്ന് നടക്കണമല്ലോ. ചായ കുടിക്കാൻ കയറിയ പാടതാ ചേച്ചി എനിക്കിവിടെ നേരത്തെ പരിചയമുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഓരോന്ന് പെറുക്കി കൂട്ടി വരുന്നത്. ഞാനാദ്യം തന്നെ എനിക്ക് വേണ്ട ഒരു മുറുക്കെടുത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഹോർലിക്സും ബൂസ്റ്റും അച്ഛനും അമ്മയ്ക്കും ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രീൻ പീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. കിഡിലനൊരു ഗ്രീൻ പീസ് ആയിരുന്നു കേട്ടോ. നമ്മൾ വഴി തെറ്റി അവിടെ എത്തിയതാണെങ്കിലും നമുക്ക് ഈ ഗ്രീൻ പീസ് കഴിച്ചതോടെ വഴി തെറ്റിയതിൻ്റെ ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടിട്ടോ. അതുപോലെ തന്നെ നമ്മൾ കപ്പ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പ ബിരിയാണി അത്ര ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗ്രീൻ പീസ് ആദ്യം കഴിച്ചതുകൊണ്ട് നമ്മൾ ഗ്രീൻ പീസിലേക്കാണ് കേട്ടോ ഫുൾ ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞത് ആ തിരിച്ച് തുഷാരഗിരി റോട്ടിലോട്ട് കയറുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബർഗ്, അതായത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. പോകുന്ന റിസോർട്ടിൽ നിന്ന് എന്തൊക്കെ റീൽ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് വെച്ച ഒരു സ്റ്റേക്കേഷൻ ആയതുകൊണ്ട് റീൽസ് കുറേ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇതാ ഈ ലോറി കണ്ടപ്പോൾ ഞങ്ങൾ കഥ പറയാണ് കേട്ടോ. കാരണം പണ്ട് അച്ഛന് ഇതുപോലത്തെ ലോറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ കുറേ അതിൽ കയറി കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവെച്ചാണ് പോകുന്നത്. തുഷാരഗിരി എത്തിയപ്പോൾ റോഡ് സൈഡിൽ ഇതാ കുറേ താറാവിന് കണ്ടു കേട്ടോ. ഏതോ വീട്ടിൽ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും കയറി പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. ചിലപ്പോൾ നാളത്തെ താറാവ് കറിയാവും എന്നൊക്കെയാണ് ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുഷാരഗിരി പാലത്തിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് കുറച്ചു നേരം കാഴ്ചയൊക്കെ കണ്ട് നിൽക്കുകയാണേ. അന്ന് നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയും ഇല്ല വെയിലും ഇല്ല. പിന്നെ ഏകദേശം സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം ആ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ റിസോർട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. കയറുന്ന വഴിക്ക് ഏട്ടൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ലേറ്റായി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് നല്ല ചീത്ത കേൾക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹെവി ഡ്രൈവറാണ് കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചീത്തയൊക്കെ സ്വാഭാവികമാണല്ലോ. അങ്ങനെ അച്ഛൻ മോനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും അവിടെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങിയതാ നോക്കുമ്പോഴേക്കും എല്ലാവരും ഊഞ്ഞാലിലും അതിലും ഇതിലൊക്കെ ആയിട്ട് കളിക്കുന്നതാണ് കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമായിട്ടോ. കാരണം എനിക്കിതിലൊന്നും കയറാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്തു. ചെല്ലുമ്പോൾ ആ കുഞ്ഞിപ്പെണ്ണ് നിന്ന് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അവളുടെ ഓരോ സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് വരുന്ന ആളെ കണ്ടോ, ഇതാണ് എൻ്റെ വലിയച്ഛൻ. ആള് ഫുൾ പവറിലിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഒരാൾ കൂടെ എല്ലാ മൂലയിലും കവർ ചെയ്തുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരാൾ മാത്രം ആത്മാർത്ഥമായി നിന്ന് പണിയെടുക്കുന്നു. ഇതാരാന്നറിയോ? ഇതാണ് ഞങ്ങളുടെ വലിയേട്ടൻ. ഇതൊക്കെ കഴിഞ്ഞതാ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചതാണ്. മേമമാരെല്ലാവരും കൂടി ഒന്ന് കളിക്കുകയാണ്. കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നു. ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ വഴികാട്ടിയായിട്ട് ഒരിക്കൽ ഒരാൾ മുന്നിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അമ്മമ്മയുടെ അനിയത്തി നിന്നിട്ട് ഈ പിള്ളേരെല്ലാവരും കൂടി ഇത് എന്തായി കാണിച്ചു കൂട്ടുന്നതെന്ന് നോക്കി നിൽക്കുകയാണേ. ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. വലിയച്ഛനും മാമും ഇതാ പെരുങ്കളിയാണ്. ഈ പ്രായമായെങ്കിൽ ഇവർക്കൊക്കെ ഈ കുട്ടികളി തന്നെയാണ് കേട്ടോ. അതിപ്പോൾ ഇവിടെ വന്നിട്ട് എന്നല്ല, അല്ലെങ്കിൽ ഇവർക്കൊക്കെ കുട്ടികളി തന്നെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കിടക്കാൻ വേണ്ടി പോയിട്ടോ. കാരണം എനിക്ക് അധികം നേരം ഇതൊന്നും നോക്കി നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. ഈ വ്ളോഗിലുള്ള പകുതി മുക്കാൽ വീഡിയോസും എടുത്തു വെച്ചിട്ടുള്ളത് ചേച്ചിയായിരിക്കും കേട്ടോ, ഞാനായിരിക്കില്ല. ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും അവിടെ നല്ല ചില്ലിങ്ങിലായിരുന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് അവിടുത്തെ 6 റൂം മാറി മാറി കിടന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കമ്പനിക്ക് കുഞ്ഞിച്ചക്കം വരുന്നുണ്ട് കേട്ടോ. അവനിതാ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി വന്നതാണ്. ഞാൻ ക്യാമറ ഓണാക്കി ഒന്ന് കഥ പറഞ്ഞപ്പോഴേക്കും അവൻ പൊട്ടിച്ചിരിച്ച് തരുന്നുണ്ടേ. അതൊക്കെ കഴിഞ്ഞതാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് പുറത്ത് പോയി നോക്കിയിട്ടില്ലേ ഒരു സമാധാനമല്ല. അങ്ങനെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ എല്ലാവരും കൂടി പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമായി കണ്ടപ്പോൾ. കാരണം ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ഇവിടെ ഒരാൾ എന്നെ കളിയാക്കുകയാണ് കേട്ടോ. നിനക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നിനക്കും തിരിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതാ ഈ ഓടുന്നത് എങ്ങോട്ടാന്ന് അറിയാം, സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇതാ വെള്ളത്തിൽ ചാടുന്നുണ്ട്. എനിക്ക് പിന്നെ നീന്തൽ അറിയാത്തതുകൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാത്തത് എനിക്ക് വലിയ വിഷമം വന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നീന്തൽ അറിയില്ല, വെറുതെ പോയി മുങ്ങി ചാവണ്ടല്ലോ എന്ന് മാത്രം ഞാൻ മനസ്സിനെ
പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. ഓരോരുത്തരും ഇവിടെ മലന്നും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നീന്തുന്നുണ്ട്. എന്നെപ്പോലെ അതാ ഇവനും ഇതൊക്കെ കണ്ടു നിൽക്കുക തന്നെയാണ് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും അവനെ ഇറക്കിയില്ല കേട്ടോ. കാരണം തണുപ്പത്ത് രാത്രി ഇറക്കി എന്തെങ്കിലും സുഖമില്ലാണ്ട് ആവുമെന്ന് പറഞ്ഞിട്ട് അവനെ ഇറക്കിയില്ല. അവനും എന്നെപ്പോലെ കരക്കിൽ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറച്ചു നേരം കിടക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ കമ്പനിക്ക് അവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ മേമ കഷ്ടപ്പെട്ട് പിടിച്ചുറക്കിയതാണ്. അങ്ങനെ കുറച്ചു നേരം ഞാനിത് അവളുടെ അടുത്ത് കിടന്നു കേട്ടോ. അതേസമയം അപ്പുറത്ത് ആ കിച്ചണിൽ ടാട്ടനും ചേച്ചിയൊക്കെ കൂടി മജ്ബൂസ് ഉണ്ടാക്കുകയാണ്. അവൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ മജ്ബൂസ്. പണ്ട് അരി ഏതാ പൊരി ഏതാന്ന് അറിയാത്ത ചെക്കനായിരുന്നു. ഇപ്പം മജ്ബൂസും മന്തിയും സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി തരും കേട്ടോ. പ്രവാസി ആയതിൻ്റെ ഓരോ മാറ്റങ്ങളാണ്. പിന്നെ അതാ കണ്ണേട്ടനും അളിയനും എല്ലാവരും കൂടി നിന്ന് ഗ്രിൽഡ് ചിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് വെല്ലിച്ചനും വാവി എല്ലാവരും കൂടി ഡാൻസും പാട്ടും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല എൻജോയ് മൂഡിലാണ്. ഞാൻ മാത്രമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ സൈഡായി പോയിട്ടുള്ളത്. എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ പിന്നെ ഫുഡിലായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് തിരിഞ്ഞ് കളിച്ച ശേഷം ഞാൻ വീണ്ടും ഇതാ കിടക്കാൻ വേണ്ടി വന്നു കേട്ടോ. അന്നേരം അതാ കുഞ്ഞിച്ചക്ക് സീസൺ 3 ആയിട്ടുണ്ട്. കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എന്നെ കണ്ടാൽ പിന്നെ അവൻ നല്ല പോസ് ഇട്ട് തരും. കാരണം അവനറിയാം ഞാൻ അവനെ വിൽക്കും എന്നുള്ള കാര്യം. യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒന്ന് അവൻ എൻ്റെ കണ്ടന്റ് ആവും എന്നുള്ള കാര്യം അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ കണ്ണാടീൻ്റെ മുന്നിൽ പോയി കുറച്ച് കൊക്കറിയൊക്കെ കാണിച്ചു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ഞാൻ മുറ്റത്തൂടെയൊക്കെ കുറച്ചൊന്ന് നടന്നു കേട്ടോ. രാത്രി വന്നിട്ട് നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുറ്റത്തൂടെ കുറച്ച് നടക്കും കാഴ്ചയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ ടാട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടി അവിടെ നിന്ന് ടാറ്റ തരുന്നുണ്ട്. എല്ലാവരും കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. കയറി ചെന്നപ്പോൾ ഇതാ കുഞ്ഞിച്ചക്കന് വാവ എന്തൊക്കെയോ കഴിപ്പിക്കാൻ നോക്കുന്നതാണേ കാണുന്നത്. അവനാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തർ ഓരോ പണികളിലാണ് കേട്ടോ. ചേച്ചി ഇതാ എല്ലാവർക്കും ഉള്ള അപ്പവും അതുപോലെ പുട്ടും ഇഷ്ടുകറിയൊക്കെ വിളമ്പി വെക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് ഇവിടെ നിന്ന് കണ്ട് സ്വന്തമായിട്ട് വേണ്ടതൊക്കെ വാരി കഴിക്കുന്നുണ്ട്. ലേശം ബാലൻസിൻ്റെ കുറവുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും അവൾ പക്കയാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതായതുകൊണ്ടുള്ളൊരു തരിപ്പ് കുട്ടിയുടെ മുഖത്തുണ്ട്. ആ എക്സ്പ്രഷൻ കണ്ടതൊന്നും ഞങ്ങളാരും അവളെ എന്തോ ചെയ്തു വിട്ടതാണ് കേട്ടോ. പിന്നെ ഞാനിതാ അപ്പു ഇഷ്ടുകറിയൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും കൂടി കഥ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് അത്ര അടിപൊളിയായിരുന്നില്ല, ഒരു ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളേ. നോക്കുമ്പോൾ അതാ ഒരു ബക്ക ജന്തുവിനെ കണ്ടു. അത് കഴിഞ്ഞതാ നടക്കാൻ ഇറങ്ങിയപ്പോൾ ചെക്കൻ കാറിലിരുന്ന് കളിക്കുന്നുണ്ട്. എന്നപ്പോൾ നല്ലോണം ഒന്ന് ചിരിച്ചെന്ന് കേട്ടോ. പിന്നെ ഞാനിതാ അവിടെ കുറേ കൊക്കോയും റംബൂട്ടാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ അളിയനതാ കാറിൻ്റെ പിറകുന്ന് വരുന്നുണ്ട് പല്ലൊക്കെ തേച്ചുകൊണ്ട്. എന്നെ കണ്ടപ്പോൾ അതാ ഇറങ്ങി ഓടുകയാണ് കേട്ടോ. വൈറലാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ പോയി അവിടുത്തെ കൊക്കോ മരവും റംബൂട്ടാനൊക്കെ നോക്കി. റംബൂട്ടാനൊന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിൽ ഈ റിസോർട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതൊരു വീടാണ്. പുറത്ത് കൊലായിലൊരു റൂമും ഉള്ളിൽ 4 റൂമുമാണ് കേട്ടുള്ളത്. ഫസ്റ്റത്തെ ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. ആ ബെഡ്റൂമിൽ ബാത്റൂം വരുന്നില്ല കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല. ചെറിയ അത്യാവശ്യം സൗകര്യമുള്ളൊരു റൂമാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് റൂം ഇതാണ്. സെക്കൻഡ് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം സൗകര്യം എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. നല്ല കേട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊള്ളാം. പിന്നെ ഇതാണ് ഹാള് വരുന്നത്. ഇനി തേർഡ് റൂം കാണിച്ചു തരാം. എല്ലായിടത്തും സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ. അത് തേർഡ് റൂം. ഇവിടെയും ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് 4th റൂം വരുന്നത്. ഇവിടെയും ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞത് ആ സൈഡിൽ തന്നെ അവിടെയാണ് കിച്ചണും കാര്യങ്ങളും വരുന്നത്. പുറത്തായിട്ടാണ്. പിന്നെ ഇവിടെ പുതിയൊരു ബിൽഡിംഗ് ആണ്. ഇവിടെയും 2 റൂമും ബാത്റൂമും ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. അവിടെ സ്ലൈഡ് ഉണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് സ്ലൈഡ് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് സ്ലൈഡ് കിട്ടിയിട്ടില്ല. പിന്നെ അതാ കിച്ചണിൻ്റെ ഫ്രണ്ടാണിത്. ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചണാണ്. അവിടെ തന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ മുന്നിൽ പെടാണ്ടിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അളിയനും അതുപോലെ മുങ്ങി നടക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരും കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇതാ ബൾബൊക്കെ തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്. മിക്കവാറും ആ പണിക്കാരനോട് തല്ല് വാങ്ങിയിട്ടേ പോകുന്നതാണ് തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണ് ഇതാ ഓടി വലിയ മാമൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മാമൻ കൊഞ്ഞനം കുത്തി വിട്ടിട്ടുണ്ട്. എനിക്ക് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ യൂണിവേഴ്സാണെന്ന് തന്നെ പറയണം കേട്ടോ. ഒരാളിവിടെ പനി പിടിച്ചിട്ട് ആവി പിടിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയതിൻ്റെ ക്ഷീണമാണ് കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. വേറൊരാൾ സർജീൻ്റെ മാതിരി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ ഒന്ന് വിളിച്ചു തന്നെ. പിന്നെ അതാ മാമൻ ഓൺ ഡ്യൂട്ടിയാണ്. കുട്ടീനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ താഴോട്ട് ഷട്ടിൽ കളിക്കാനുള്ള സ്പോട്ട് ഉണ്ട് പറഞ്ഞിട്ട് പോവുകയാണേ. അവിടെ നിന്ന് നോക്കിയപ്പോൾ അമ്മ ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ ചിക്കുട്ടാട്ടൻ എനിക്ക് അവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. കാരണം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് കളി കാണാൻ വേണ്ടിയിട്ടാണ് അവനത് കൊണ്ടു തന്നത്. അളിയൻ ഫുൾ ഓൺ പവറിൽ വന്നതാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അവർ കളിയുടെ കോർട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നുള്ളേ.
അങ്ങനെ അതാ കുറച്ച് നേരം നിന്ന് കളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്ന് റൂമിൽ കിടക്കുകയാണ് കേട്ടോ. എനിക്ക് അധികം നേരം ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഞാൻ എന്താ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ കുഞ്ഞിച്ചക്കൻ അവിടെ ബോളും പിടിച്ച് നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയതിൻ്റെ സന്തോഷമാണ് അവനുള്ളത്. കരക്കിൽ നിൽക്കുന്ന എന്നോട് ഇവരുടെ മൂന്നാളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനാണ് കേട്ടോ പറയുന്നത്. എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ എടുത്തു കൊടുത്തേ. പിന്നെ എല്ലാവരും ഇതാ ബോളൊക്കെ തട്ടി കളിച്ച് കുറേ ടൈം ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അമ്പിളി അവർക്ക് എന്തോ പാനിയൊക്കെ കൊണ്ടു കൊടുക്കുന്നത് കണ്ടു. എന്താണെന്നൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുമ്പോൾ അമ്മായിച്ചനും മരുമോനും കൂടി അവിടെ കഥ പറഞ്ഞ് എന്തൊക്കെയോ കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യാമറ കണ്ണുകൾ അവരിലേക്കും പതിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ഒപ്പിയെടുക്കണം എന്നാണല്ലോ. ഇടയ്ക്കൊരു ടൈറ്റാനിക് സീൻ പോകുന്നുണ്ട്. ഫ്രം മീഷോ ജാക്ക് ആൻഡ് റോസ് ആണ് കേട്ടോ. ചെക്കനെ വല്ലത് അമ്മമ്മയുടെ കയ്യിലേൽപ്പിച്ച് കണ്ണാട്ടിനും വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും കൂടി കളിയും ചിരിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കനെയും തുണിയൊക്കെ ഊരി വെള്ളത്തിൽ ഇറക്കുന്നുണ്ട്. എനിക്കും സ്ലൈഡ് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയച്ചത് ആ സ്ലൈഡിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ആൾ ഫുൾ ഓൺ പവറിലാണ് കേട്ടോ നിൽക്കുന്നത്. 2 മണിക്കായിരുന്നു കേട്ടോ നമ്മുടെ ചെക്കൗട്ട്. അപ്പോഴേക്കും ഇതാ എല്ലാവരും റെഡി ആവാൻ നിൽക്കുകയാണ്. ഞാൻ കുറച്ച് നേരം കുഞ്ഞിപ്പെടിനെ ഉറക്കാൻ വേണ്ടി നോക്കിട്ടോ. കണ്ണടച്ച് കിടക്കുന്ന പറയുമ്പോൾ അവൾ കണ്ണടയ്ക്കും, പിന്നെ എണീറ്റ് ഇതാ പോകുന്നുണ്ട്. പിന്നെ ഓരോ റൂമിൽ പോയി നോക്കുമ്പോൾ എല്ലാവരും പുകയിലാണ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്. പൂളിൽ ഇറങ്ങാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഓരോരുത്തരെ പിന്നാലെയും പോയി. ഇവിടെ ഒരാളിതാ സ്വന്തം ഷൂവിൽ ലൈറ്റ് കത്തുന്നത് കണ്ട് ആസ്വദിക്കുകയാണ്. ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ എല്ലാവരും ബ്രൂട്ടീഷനിലാണ് കേട്ടോ. കുറച്ച് നേരമെങ്കിലും കുട്ടി അടങ്ങിയിരിക്കാൻ വേണ്ടി അച്ഛൻ അതിനെ പിടിച്ച് ഡിക്കിലിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി റിലീസായി പുറത്തിറങ്ങി മാമൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കണ്ടേ. നമ്മൾ പോരാൻ നേരത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണേ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനെ കൊണ്ട് ചേച്ചി ഞങ്ങളുടെ എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ ഇതാ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നല്ല പെരുമഴയായിരുന്നു. പിന്നെ കാറ് കയറിയപ്പോൾ ഇതാ കാറിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് കഴിക്കുകയാണേ. വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് റംബൂട്ടാൻ്റെ മരം കണ്ടു. അവിടെ തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 1 കിലോ റംബൂട്ടാനും കാര്യങ്ങളൊക്കെ വാങ്ങി. നാടനായിരുന്നേ, നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കാറിൽ നിന്ന് തന്നെ തീർത്തിട്ടാണ് കേട്ടോ വന്നത്. സ്റ്റേക്കേഷനെ പറ്റിയുള്ള ഒപ്പീനിയൻ കേൾക്കാം കേട്ടോ. ഇനി എനിക്കിവിടെ ഇഷ്ടായോ? എൻജോയ് ചെയ്ത് ആരും എൻജോയ് ചെയ്ത് കൂടുതല് പൂളിലാരാ കൂടുതൽ ഇറങ്ങി? പൂളിലാരാ കൂടുതൽ ഇറങ്ങി? ഞാനും എല്ലാരും. ട്രിപ്പിനെ പറ്റി അടിപൊളി, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നു. ഇനി വരണോ? ഇഷ്ടപ്പെട്ടോ? ഇന്റർവ്യൂട്ടാ നിങ്ങള്? സൂപ്പറാ? എങ്ങനെ സൂപ്പർ? ഏത് ഫുഡ് ഇഷ്ടപ്പെട്ടെ? ഏത് ഡ്രിങ്കാ ഇഷ്ടപ്പെട്ടെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൂസേ? ട്രിപ്പ് ഉണ്ടാക്കിയ അപ്പൂസ്? അമ്മോ റൂമിൽ ഫാൻ അത്യാവശ്യം നന്നായിട്ട് കറങ്ങുന്നുണ്ട്. പിന്നെ ഈ മോളിൽ വെച്ച സാധനം ഉണ്ടല്ലോ, അതൊരു 210 ഒരു റൂമിലുണ്ട്. ബെഡ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. സ്ഥലമാണ് അത്ര പോരാ. എന്താ ഇഷ്ടപ്പെട്ടെ? ഏത് വെള്ളം ഇഷ്ടപ്പെട്ടെ? അമ്പിളി അപ്പോൾ ശരി, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ബായ്.